ഹായ് ഹലോ ഹാൾ വെൽക്കം ബാക്ക് ടു ദ പ്ലേയിങ് 11. വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു മാച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ഇംഗ്ലണ്ട് വേഴ്സസ് അഫ്ഗാനിസ്ഥാൻ, ഒരു ഹിസ്റ്റോറിക്കൽ വിൻ. ഒരു അട്ടിമറി എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം അഫ്ഗാനിസ്ഥാൻ, നമ്മൾ തുടക്കത്തിൽ നമ്മൾ ടീം അനാലിസിസ് തന്നെ പറഞ്ഞു, അഫ്ഗാനിസ്ഥാൻ ഒരു കേപ്പബിൾ ടീമാണ് സെമി സ്പോട്ടിലോട്ട് വരാൻ. നമുക്കിതിനൊരു അട്ടിമറി എന്ന് വിളിക്കാൻ പറ്റില്ല. കാരണം ഓൾ ദ ഡിപ്പാർട്ട്മെൻറ്റ് വളരെ മികച്ചൊരു പെർഫോമൻസ് ആയിരുന്നു, നെക്ക് ടു നെക്ക് പെർഫോമൻസ്. ഒരു വ്യക്തമായിട്ടുള്ളൊരു പ്ലാനിങ്ങിലോടുകൂടി അഫ്ഗാനിസ്ഥാൻ്റെ ഒരു പ്ലേയിങ് സ്റ്റൈലാണ് നമ്മൾ കണ്ടത്. ടോസ് കിട്ടിയ അഫ്ഗാനിസ്ഥാൻ, നമുക്കറിയായിരുന്നു ടോസ് കിട്ടിയാൽ അവരുടെ സ്ട്രെങ്ത് ബാറ്റിംഗ് തിരഞ്ഞെടുത്ത് സ്കോർ ബോർഡിൽ നല്ലൊരു സ്കോർ പോസ്റ്റ് ചെയ്യുക, എന്നിട്ടതിന് ശേഷം ഡിഫെൻഡ് ചെയ്യുക എന്നുള്ളതാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് അഫ്ഗാനിസ്ഥാൻ്റെ ഒരു ടാക്ടിക്സ് ആയിട്ടുള്ളത്. അവർ ടോസ് വിൻ ചെയ്ത് ബാറ്റിംഗ് ചൂസ് ചെയ്തു. നമുക്ക് തുടക്കത്തിൽ തോന്നി വീണ്ടും ഒരു ബാറ്റിംഗ് കൊളാപ്സിലോട്ടാണ് പോകുന്നതെന്ന് തോന്നിച്ചു. കാരണം 30 റണ്ണിന് 3 വിക്കറ്റ് എന്നുള്ള നിലയിൽ അഫ്ഗാനിസ്ഥാൻ ഒരു ടൈമിൽ നിന്നിരുന്നു. അതിനുശേഷമാണ് നമ്മൾ വൺ ഓഫ് ദി ബെസ്റ്റ് ഓഡിയ ഇന്നിങ്സ് നമ്മൾ കണ്ടതിൽ വെച്ച് നമുക്ക് വേണമെങ്കിൽ പറയാം. കഴിഞ്ഞ ഒരു 4-5 വർഷത്തിനിടയ്ക്കുള്ള വൺ ഓഫ് ദി ബെസ്റ്റ് ഇന്നിങ്സാണ് ഇബ്രാഹിം സാദ്രാൻ കളിച്ചത്. ICC ചാമ്പ്യൻസ് ട്രോഫിയിലെ ബെസ്റ്റ് സ്കോർ 177 എന്നുള്ള സ്കോർ ഇബ്രാഹിം സാദ്രാൻ്റെ ഒരു ക്ലാസിക്കൽ ഇന്നിങ്സ്. എന്താ പറയുക, ഒരു കംപ്ലീറ്റ് ഓർത്തഡോക്സ് ഷോട്ട്സാണ് കളിച്ചത്. ഒരു റാഷ് ഷോട്ട്സോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഒരുപാട് T20 ഇൻഫ്ലുവൻസസ് ഇപ്പോൾ നമുക്ക് കാണുന്ന ബാറ്റേഴ്സ് നമുക്ക് കാണാം ഇപ്പോൾ അധികം എല്ലാ പ്ലെയേഴ്സിലും. ബട്ട് ആ ഒരു സബ്ലൈം ഓർത്തഡോക്സ് ഷോട്ട്സ് കളിക്കുന്ന ഒരു പ്ലെയറിനെ ഒരു സെഞ്ചുറി വാച്ച് ചെയ്യുക എന്നുള്ളത് വളരെ എന്താ പറയുക അടിപൊളിയായിരുന്നു ആ ഇന്നിങ്സ് എന്ന് പറയുന്നത്. എനിക്ക് നോ കമ്പാരിസൺ, ബട്ട് നമുക്കൊരു പ്രൈം കോഹ്ലിയിൽ നമ്മൾ കണ്ട ഒരു ടൈപ്പ് ഓഫ് ഇന്നിങ്സ് ആയിരുന്നു ഇത്. കാരണം അതൊരു റണ്ണേ ബോൾ സെഞ്ചുറി അടിക്കുക, ആദ്യം 50 നേടിയ തന്നെ കുറച്ച് ലോ സ്ട്രൈക്ക് റേറ്റിലായിരുന്നു, കാരണം ഫസ്റ്റ് വിക്കറ്റ് ലൂസായി. അപ്പോൾ അതിനുശേഷം നല്ലൊരു ഇന്നിങ്സ് ബിൽഡ് ചെയ്തെടുത്തു. ഒരു 50 സ്കോർ ചെയ്തു. അതിനുശേഷം ഒന്നൊരു ആക്സിലേഷൻ കൊടുത്തു, റണ്ണേ ബോൾ സെഞ്ചുറി അടിച്ചു. അതിനുശേഷം ഒപ്പോണൻറ്റിനെ ടേക്ക് ഓവർ ചെയ്ത ആ ഒരു ബാറ്റിംഗ് സ്കിൽ എന്ന് പറയാൻ ഒരു രക്ഷയില്ല. ഇബ്രാഹിം സാദ്രാൻ വൺ ഓഫ് ദി ബെസ്റ്റ് ഇന്നിങ്സ് എവർ പ്ലേഡ്, വൺ ഓഫ് ദി ബെസ്റ്റ് ഇൻ സെഞ്ചുറി ഇൻ റീസെൻറ്റ് ടൈംസ്. അതെല്ലാം ഒരു 300+ സ്കോറിലോട്ട് അഫ്ഗാനിസ്ഥാൻ പോസ്റ്റ് ചെയ്തു. നമുക്കറിയാം അഫ്ഗാനിസ്ഥാൻ്റെ സ്പിൻ അറ്റാക്ക് എന്ന് പറയുന്നത് വേൾഡ്സിലെ വൺ ഓഫ് ദി ബെസ്റ്റ് അറ്റാക്കാണ്. ഇന്ത്യ കഴിഞ്ഞ നല്ലൊരു സ്പിൻ അറ്റാക്ക് എന്ന് പറയുന്നത് അഫ്ഗാനിസ്ഥാനാണ്. ആ ഒരു ഇംഗ്ലണ്ടിന് ആ സ്പിന്നിനോടുള്ള ആ ഒരു പ്രശ്നങ്ങൾ നമ്മൾ മുന്നേ ഇന്ത്യൻ സീരീസിലും കണ്ടതാണ്. ആ ഒരു ചേസ് വളരെ ഡിഫിക്കൽട്ട് ആയിരിക്കും എന്ന് നമ്മൾ വിചാരിച്ച പോലെ തന്നെ സംഭവിച്ചു. ഏർലി വിക്കറ്റ്സ് പോയി ഇംഗ്ലണ്ടിന്. ഇംഗ്ലണ്ട് അതിനുശേഷം നല്ലൊരു ബിൽഡപ്പ് കൊണ്ടുവന്നു. ജോ റൂട്ടും ഒരു സൂപ്പർ ഇന്നിങ്സാണ് കളിച്ചത്. നമുക്ക് എടുത്തു നോക്കുകയാണെങ്കിൽ രണ്ട് ടീമിലും ജോ റൂട്ടിൻ്റെയും ഇബ്രാഹിം സാദ്രാൻ്റെയും 2 ബ്രില്യൻ ഇന്നിങ്സ്. ജോ റൂട്ട് ആൻഡ് ജോസ് ബട്ട്ലർ നിൽക്കുന്ന സമയത്ത് നമുക്ക് തോന്നിച്ചു ഇത് വളരെ ഈസി ആയിട്ട് ഇംഗ്ലണ്ട് എത്തിക്കുമെന്ന് ചോദിച്ചു. ബട്ട് അപ്പോഴും ഒരു ബട്ട്ലറുടെയോ ജോ റൂട്ടിൻ്റെയോ വിക്കറ്റിന് ശേഷം ആ കളി ടേക്ക് ഓവർ ചെയ്ത് കൊണ്ടുപോകാൻ ആരെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യം വളരെ ഡൗട്ടായിരുന്നു. കാരണം ഒരു 230-220 ഉള്ളിൽ അവർ രണ്ടുപേരിൽ ആരെങ്കിലും ഒരാൾ വിക്കറ്റ് ഫോൾ ചെയ്താൽ ബാക്കി ഒരു 100 റണ്ണ് കൊണ്ടുപോകുക എന്നുള്ളത് വളരെ ഡിഫിക്കൽട്ടായിരിക്കും. കാരണം അതിനുശേഷം വരുന്ന പ്ലെയേഴ്സ് എല്ലാം ഒരു വൺ ഡൈമെൻഷണൽ പ്ലെയേഴ്സാണ്. ജോ റൂട്ട് ആൻഡ് ബട്ട്ലറിന് ശേഷം വരുന്നത് ലിവിങ്സ്റ്റൺ ആയിക്കോട്ടെ, ഓർട്ടൺ ആയിക്കോട്ടെ, അവർക്ക് കളിയെ പേസ് ചെയ്ത് കൊണ്ടുപോകാൻ കഴിയുമോ എന്നുള്ള കാര്യം വളരെ ഡൗട്ട്ഫുള്ളാണ്. ലിവിങ്സ്റ്റൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. ലിവിങ്സ്റ്റൺ ഓൾവേസ് ഒരു കളി കളിച്ച് കഴിഞ്ഞാൽ പിന്നെ 10-20 കളി കഴിയണം. ലിവിങ്സ്റ്റൺ അങ്ങനെ നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റിയൊരു പ്ലെയർ അല്ല. എല്ലാ സിറ്റുവേഷനിലും കളിച്ചാൽ കിട്ടി എന്നുള്ളൊരു ടൈപ്പ് ഓഫ് പ്ലെയർ മാത്രമാണ്. ടൈംലി വിക്കറ്റ്സ് അഫ്ഗാനിസ്ഥാൻ എടുത്തു, നന്നായിട്ട് ബ്രില്യൻ്റായിട്ട് ഫീൽഡ് ചെയ്തു, ബ്രില്യൻ്റായിട്ട് ബോൾ ചെയ്തു. ആ ടീമിൻ്റെ ഒരു ടീം സ്പിരിറ്റ് തന്നെ നമ്മൾ കണ്ടത്. ആ ഒരു ടീം സ്പിരിറ്റിലൂടെ അഫ്ഗാനിസ്ഥാൻ ആ ഒരു വിന്ന് പിടിച്ചു വാങ്ങി ഇംഗ്ലണ്ടിൻ്റെ അടുത്ത് നിന്ന്. ഇംഗ്ലണ്ട് റീസെൻ്റ്ലി നമുക്ക് പറയുകയാണെങ്കിൽ അഫ്ഗാനിസ്ഥാനോടുകൂടി പതറുന്ന കാഴ്ചയാണ് എല്ലാ ടൂർണമെൻറ്റും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതന്നെ ഇവിടെ ആവർത്തിച്ചു. ഫസ്റ്റ് ഇംഗ്ലണ്ട് ബോളിങ്ങിലോട്ട് വരികയായിരുന്നെങ്കിൽ ആർച്ചർ ഫസ്റ്റ് സ്പെല്ല് ഡെഡ്ലി ആയിട്ട് എറിഞ്ഞു. അതുകൊണ്ടാണ് അവരിനൊരു 330 എന്നുള്ള ഒരു സ്കോർ കാർഡിലോട്ട് എത്തിക്കാൻ കഴിഞ്ഞു അഫ്ഗാനിസ്ഥാന്. അതിനുശേഷം പിന്നെ നമ്മൾ പറഞ്ഞതുപോലെ മിഡിൽ ഓവേഴ്സിലെ ആദിൽ റഷീദിനെ സപ്പോർട്ട് ചെയ്യാൻ മാത്രമുള്ള ബൗളേഴ്സ് അവരുടെ അടുത്ത് ഉണ്ടായിരുന്നില്ല. അതുമാത്രമല്ല ഇബ്രാഹിം സാദ്രാൻ്റെ ഒരു ബ്രില്യൻ്റ് ഇന്നിങ്സ്. അതോടൊപ്പം തന്നെ നമുക്ക് ചേർത്ത് വായിക്കേണ്ടതാണ് ഇബ്രാഹിം സാദ്രാൻ്റെ ഒപ്പം പാർട്ട്ണർഷിപ്പ് ബിൽഡ് ചെയ്ത
സിതി ആയിക്കോട്ടെ, അതുപോലെ തന്നെ ഒമർസായിൻ്റെ ഒരു ബ്രില്യൻ ഓൾറൗണ്ട് പെർഫോമൻസ്. നമ്മൾ എപ്പോഴും പറയാറുണ്ട് ഒമർസായി ഒരു വളരെ അണ്ടർ റേറ്റഡ് ഒരു പ്ലെയറാണ്, എസ്പെഷ്യലി ഇൻ ODI ക്രിക്കറ്റിൽ. നമുക്ക് ആളെ ബോൾ കൊണ്ട് ഓപ്പൺ ചെയ്യിപ്പിക്കാം, കാരണം രണ്ട് സൈഡും സ്വിങ് ചെയ്യാൻ പറ്റുന്ന കഴിവുള്ളൊരു പ്ലെയറാണ്. സോ അതോടൊപ്പം തന്നെ അയാളുടെ ബാറ്റിംഗ് സ്കില്ലും സൂപ്പറായിട്ട് ഡിസ്പ്ലേ ചെയ്തു. മുഹമ്മദ് നബീൻ്റെ സൈഡിൽ നിന്ന് ഒരു ബ്രില്യൻ ഇന്നിങ്സ്. സോ ഒരു 40-കാരൻ വന്ന് കളിക്കുന്നൊരു കളിയല്ല നബി എന്ന് കളിച്ചത്. സോ അയാളുടെ എല്ലാ മാച്ച് എക്സ്പീരിയൻസും കൊണ്ടുവന്നൊരു കളിയും കൂടിയായിരുന്നു എന്ന്. അവർക്കറിയാം ഇന്ന് തോറ്റാൽ പുറത്താവും എന്നുള്ള കാര്യം അറിയാം. സോ ആ ഒരു എക്സ്പീരിയൻസ് എല്ലാം നബി കൊണ്ടുവന്നു. ബ്രില്യൻ്റ് ആയിട്ട് ഇബ്രാഹിം ചാദില എന്നെ സപ്പോർട്ട് ചെയ്തു. ഡെത്ത് ഹൗസിലെല്ലാം നന്നായിട്ട് തന്നെ സ്കോർ ചെയ്യാൻ പറ്റി അഫ്ഗാനിസ്ഥാൻ. അതുകൊണ്ടാണ് അവർക്ക് നല്ലൊരു ടോട്ടൽ പോസ്റ്റ് ചെയ്യാൻ പറ്റിയത്. സോ മറുപടി ബാറ്റിങ്ങിന് ഇറങ്ങിയ ഇംഗ്ലണ്ടിന് കാര്യങ്ങൾ എളുപ്പമായിരുന്നില്ല. ഈ പറഞ്ഞ പോലെ ഫസ്റ്റ് വിക്കറ്റ് പോയി, അതിനുശേഷം എല്ലാം ഓക്കെ. ലൈക്ക് ഇതിലെ മേജർ ഡിഫറൻസ് ഞാൻ പറയുമ്പോൾ സമയത്ത് നമ്മൾ മുമ്പ് പറഞ്ഞ അതേ കാര്യം തന്നെയാണ്. സ്പിന്നേഴ്സ്, മിഡിൽ ഓവേഴ്സിലെ സ്പിന്നേഴ്സ് എങ്ങനെ കളിയെ കൺട്രോൾ ചെയ്തു എന്നുള്ള കാര്യമാണ്. സോ അതാണ് അഫ്ഗാനിസ്ഥാൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ആയത്. സോ റാഷിദ് ഖാൻ, നൂർ അഹമ്മദ്, മുഹമ്മദ് നബി, അതുപോലുള്ള 3 ബ്രില്യൻ്റ് ആയിട്ടുള്ള സ്പിന്നേഴ്സ് ശരിക്കും ഒരു ഇംഗ്ലണ്ടിനെ അങ്ങനെ ഓവർ പവർ ചെയ്യാൻ വിട്ടില്ല. മിഡിൽ ഓവേഴ്സിലാണ് ശരിക്കും അഫ്ഗാനിസ്ഥാൻ കളി ബോസ് ചെയ്തത്. നമുക്ക് അവരുടെ കമ്പാരിസൺ എടുക്കുമ്പോൾ തന്നെ മനസ്സിലാവും. കാരണം ഫസ്റ്റ് 10 ഓവേഴ്സിലും 0 to 10ഉം 10 to 20ഉം കമ്പാരിസൺ എടുക്കുമ്പോൾ ഇംഗ്ലണ്ട് ആയിരുന്നു കുറച്ചുകൂടി നന്നായിട്ട് ബെറ്റർ ആയിട്ട് സ്കോർ ചെയ്തിരുന്നത്. ബട്ട് മിഡിൽ ഓവേഴ്സിൽ അഫ്ഗാനിസ്ഥാൻ നന്നായിട്ട് ബാറ്റ് ചെയ്തു. അതോടൊപ്പം മിഡിൽ ഓവേഴ്സിൽ അഫ്ഗാനിസ്ഥാൻ വന്നിട്ട് ബോളും ചെയ്തു. അത് തന്നെയാണ് കളിയിലെ ഇന്നത്തെ വലിയ ഡിഫറൻസ് എന്ന് പറയുന്നത്. സോ ക്രിക്കറ്റ് ഫാൻസ് എല്ലാവർക്കും ഇന്ന് വളരെ ഹാപ്പി ആയിരിക്കും, കാരണം അഫ്ഗാനിസ്ഥാൻ്റെ ഈ ഒരു പെർട്ടിക്കുലർ വിൻ. കാരണം ഒരു അട്ടിമറിയല്ല, കാരണം എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും നന്നായിട്ട് പെർഫോം ചെയ്യുക, ടാക്റ്റിക്കലായിട്ട് കളിക്കുക, അവരുടെ പ്ലാൻ അക്കോർഡിംഗ് ടു ദ പ്ലാൻ കളിക്കുക. കാരണം 30-3 സ്കോറിൽ നിന്ന് ഒരു 320+ സ്കോർ കൊണ്ടുവന്നുള്ളത് ചെറിയ കാര്യമല്ല. സോ അതൊരു കാര്യം അച്ചീവ് ചെയ്യുക എന്ന് പറയുമെങ്കിൽ ആ ടീമിനെ ഒരു അട്ടിമറി ടീം എന്ന് വിളിക്കാൻ കഴിയില്ല. സോ അത്രയും ബ്രില്യൻ്റ് ആയിട്ട് ഇന്ന് അഫ്ഗാനിസ്ഥാൻ പെർഫോം ചെയ്തു. സോ ആ ഗ്രൂപ്പിലെ കാര്യങ്ങളെല്ലാം കുഴഞ്ഞു മറിഞ്ഞ് കിടക്കുകയാണ് ഇപ്പോൾ. കാരണം അഫ്ഗാനിസ്ഥാൻ 2 പോയിൻ്റ്, സൗത്ത് ആഫ്രിക്ക, ഓസ്ട്രേലിയ കഴിഞ്ഞ കളി അബാൻഡൻ ചെയ്തുകൊണ്ട് അവർക്ക് ഓരോ പോയിൻ്റ് വീതം ഷെയർ ചെയ്തു. സോ സൗത്ത് ആഫ്രിക്ക 3 പോയിൻ്റ്, ഓസ്ട്രേലിയ 3 പോയിൻ്റ്, അഫ്ഗാനിസ്ഥാൻ 2 പോയിൻ്റ്, ഇംഗ്ലണ്ട് പോയിൻ്റൊന്നുമില്ല, ടൂർണമെൻറ്റിന് ഔട്ട് വരികയാണ്. സോ സൗത്ത് ആഫ്രിക്ക ഓൾമോസ്റ്റ് സെമിയിലോട്ടെന്ന് പറയാം, കാരണം അവരുടെ ഹെൽത്തി നെറ്റ് റൺ റേറ്റ് വെച്ച് ഒരു ഓൾമോസ്റ്റ് 99% സെമിയിലോട്ട് ക്വാളിഫൈ ആയി എന്ന് തന്നെ പറയാം. ബട്ട് ഓസ്ട്രേലിയ ആൻഡ് അഫ്ഗാനിസ്ഥാൻ അടുത്ത കളി എന്താ പറയുക, ഒരു വിർച്വൽ ക്വാർട്ടർ ഫൈനൽ തന്നെയായിരിക്കും. കാരണം ജയിക്കുന്ന ടീം സെമിയിലോട്ട് ക്വാളിഫൈ ചെയ്യും. സോ വേൾഡ് കപ്പിൽ അഫ്ഗാനിസ്ഥാന് നേരിട്ട ആ തോൽവി, അതായത് ജയിച്ചു നിന്ന ഒരു 95% ജയിച്ചു നിന്ന കളിയിൽ നിന്ന് അവർ കയ്യിൽ നിന്ന് വഴുതിപ്പോയൊരു കളിയായിരുന്നു അത്. സോ മാക്സ്വെലിൻ്റെ ഒരു ബ്രില്യൻറ്റ് 200 നോട്ട് ഔട്ട്, നമുക്കൊരു ഇന്നിങ്സ് ഓഫ് ദി ഡിക്കേഡ് എന്നൊക്കെ വിളിക്കാൻ പറ്റാവുന്ന ഒരു കളിയായിരുന്നു അത്. സോ ആ ഒരു മാച്ചിനൊരു പകരം വിട്ടലായിരിക്കുമോ ഇനി അഫ്ഗാനിസ്ഥാൻ്റെ കയ്യിൽ നിന്ന് വരുന്നതെന്ന് അറിയില്ല. കാരണം അഫ്ഗാനിസ്ഥാൻ അത് പുൾ ഓവർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ളൊരു ടീമാണ്. സോ ആ ഒരു ടീമിനെ സ്ട്രഗിൾ ചെയ്യാൻ അഫ്ഗാനിസ്ഥാൻ അന്ന് കഴിഞ്ഞു വരുന്നെങ്കിൽ ഇപ്പോൾ ഉള്ള ഓസ്ട്രേലിയൻ ടീമിനെ സ്ട്രഗിൾ ചെയ്യാൻ തീർച്ചയായും കഴിയും. കാരണം ആ ഒരു കോൺഫിഡൻസിൽ തന്നെയായിരിക്കും അഫ്ഗാനിസ്ഥാനും കളിക്ക് വരുന്നത്. സോ ഓസ്ട്രേലിയയും ചിന്തിക്കും, ഓസ്ട്രേലിയക്കും അഫ്ഗാനിസ്ഥാനെ ബീറ്റ് ചെയ്താൽ മാത്രമേ അവർക്ക് സെമിയിലോട്ട് ക്വാളിഫൈ ആവാൻ കഴിയുള്ളൂ. സോ ഇംഗ്ലണ്ട് പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചു, ഇംഗ്ലണ്ട് ഔട്ട് ഓഫ് ദ ടൂർണമെൻറ്റ്. സോ നമ്മൾ പറഞ്ഞ പോലെ ബാസ്ബോൾ ഇന്നും എൻ്റർടൈൻമെൻറ്റ് തരുന്നുണ്ട്. ബട്ട് റിസൾട്ട് നോക്കുന്ന സമയത്ത് 2019 വേൾഡ് കപ്പിന് ശേഷം ഒരു മേജർ ടൂർണമെൻറ്റും പ്ലേ ഓഫ് എത്താൻ ഇംഗ്ലണ്ടിന് സാധിച്ചിട്ടില്ല. സോ ഇംഗ്ലണ്ട് അത് ശരിക്കും അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട്. ഇംഗ്ലണ്ട് പോലുള്ള ഒരു ടീം, ഇത്രയും സ്റ്റാർ പാക്ക്ഡ് ആയിട്ടുള്ള, ഇത്രയും ടാലൻ്റ് ഉള്ളൊരു ടീം, അത് തീർച്ചയായും അഡ്രസ്സ് ചെയ്യണം. അവരെ പോലെ ടീം ശക്തമായി തന്നെ തിരിച്ചും വരണം. സോ അതാണ് ഇന്നത്തെ കളിയെക്കുറിച്ച് പറയാനുള്ളത്. സോ നാളെ പാകിസ്ഥാൻ വേഴ്സസ് ബംഗ്ലാദേശ് കളിയാണുള്ളത്. സോ ഒരു നത്തിങ് മാച്ച്, കാരണം ടൂർണമെൻറ്റിൻ്റെ യാതൊരു ഡൈനാമിക്സിനെയും ബാധിക്കാത്തൊരു കളിയാണ്. 2 ടീം എലിമിനേറ്റഡ് ആയൊരു കളി. സോ അതിൽ ആര് ജയിക്കും എന്നുള്ളതൊന്നും അപ്രസക്തമായൊരു കളിയാണ്. ബട്ട് സ്റ്റിൽ ആതിഥേയരായ പാകിസ്ഥാന് ഒരു കളി ജയിച്ച് ഈ ടൂർണമെൻറ്റ് കഴിയിപ്പിക്കാനാണ് അവർ ശ്രമിക്കുക.
സോ അവരുടെ ഫാൻസും അതുപോലെ തന്നെ എല്ലാ മുൻ താരങ്ങളും വളരെ വിമർശനത്തിലാണ് പാകിസ്ഥാൻ ടീമിനെതിരെ. കാരണം ഇന്ത്യക്കെതിരെയും ന്യൂസിലാൻഡിനെതിരെയും വളരെ ബിലോ പാർ പെർഫോമൻസ് ആയിരുന്നു പാകിസ്ഥാൻ ടീമിൻ്റെ സൈഡിൽ നിന്ന്. സോ അവരുടെ മുഖം രക്ഷിക്കുക എന്നുള്ളൊരു കടമ കൂടി പാകിസ്ഥാൻ ടീമിനുണ്ട്. സോ അതിനു വേണ്ടിയെങ്കിലും അവർക്ക് അടുത്ത കളി ബംഗ്ലാദേശിനോട് ജയിച്ചേ മതിയാവും. സോ ബംഗ്ലാദേശും ചിന്തിക്കും അവർക്ക് ഒരു കളിയെങ്കിലും ജയിച്ച് ഈ ടൂർണമെൻറ്റ് വൈൻഡപ്പ് ചെയ്യുക എന്നുള്ള കാര്യത്തിൽ. സോ എന്നെ സംബന്ധിച്ചിടത്തോളം ബംഗ്ലാദേശ് തന്നെയാണ് ഫേവറേറ്റ്സ്. ഇപ്പോൾ നിലവിലെ ഫോം വെച്ച് നോക്കുമ്പോൾ ബംഗ്ലാദേശ് പ്ലേഡ് ബെറ്റർ ക്രിക്കറ്റ് ദാൻ പാകിസ്ഥാൻ എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ കഴിഞ്ഞ 2 കളി നമ്മൾ വിലയിരുത്തുന്ന സമയത്ത്. സോ നാളത്തെ കളി വളരെ പ്രസക്തമല്ല ടൂർണമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ ഈ പറഞ്ഞ പോലെ പാകിസ്ഥാൻ ആരാധകരെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷയിലാണ്. അവർക്ക് ഒരു കളിയെങ്കിലും പാകിസ്ഥാൻ അവരുടെ 20 വർഷത്തിന് ശേഷം 20 30 വർഷം ഒക്കെ ആയി ഒരു ടൂർണമെൻറ്റ് അവിടെ ഹോസ്റ്റ് ചെയ്തിട്ട്. സോ അത്രയും വർഷങ്ങൾക്ക് ശേഷം ഒരു ടീം ഒരു വലിയൊരു ICC ടൂർണമെൻറ്റ് ഹോസ്റ്റ് ചെയ്യുമ്പോൾ ഒരു കളി പോലും ജയിക്കാൻ കഴിയുന്നില്ല എന്ന് പറയുന്നത് വളരെ സങ്കടകരമാണ്. സോ ഒരു കളിയെങ്കിലും ജയിക്കുമെന്ന് പാകിസ്ഥാൻ വിചാരിക്കാം. സോ നാളത്തെ കളി പാകിസ്ഥാൻ വേഴ്സസ് ബംഗ്ലാദേശ് കളിയുടെ ഫാൻറ്റസി 11 നമുക്ക് നോക്കാം. സോ ബാബർ അസം കഴിഞ്ഞ 2 കളിയായിട്ട് നല്ലൊരു ട്രസ്റ്റ് ചെയ്യുന്നു. ബട്ട് വലിയൊരു ഇന്നിങ്സിൽ അവർ കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല. ബട്ട് നാളെ കൺവേർട്ട് ചെയ്യാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കാം. സോ ബാബർ അസാമിനെ വിടണ്ട. ദെൻ സൗത്ത് ഷക്കീൽ മേ ബി കമ്മിങ് ടു പ്ലേ ആൻഡ് സൽമാൻ ആഗ റെഡ് ഹോട്ട് ഫോമിലുള്ള സൽമാൻ ആഗ. ദെൻ നസീം ഷാ ഓർ ഷഹീൻ അഫ്രീദി. ഓക്കെ, ഷഹീൻ അഫ്രീദി എടുക്കാം. ഷഹീൻ അഫ്രീദി കഴിഞ്ഞ 2 കളി ഫോം ടീമാണെങ്കിലും അടുത്ത കളി തിരിച്ചു വരും പ്രതീക്ഷിക്കാം. ദെൻ അവറാർ അഹമ്മദ് അവരുടെ വൺ ആൻഡ് ഓൺലി സ്പിന്നർ. ഫ്രം ദ ബംഗ്ലാദേശ് ആയിട്ട് നോക്കുകയാണെങ്കിൽ സമയത്ത് ഷാൻഡോ കഴിഞ്ഞ കളി നന്നായിട്ട് പെർഫോം ചെയ്തു. ബട്ട് തൻസീദ് അസാം അടുത്ത കളി എനിക്ക് എന്തോ അടിക്കുമെന്ന് തോന്നുന്നു. സോ തൻസീദ് അസാമിനെ എടുക്കുക. മെഹദി ഹസൻ മിറാസ്. സോ ഡുവൽ റെസ്പോൺസിബിലിറ്റി ഉള്ള പ്ലെയറാണ്, ബോളും ബാറ്റും. സോ ഫാൻറ്റസി പോയിൻറ്റ്സ് തീർച്ചയായും കിട്ടും മെഹദി ഹസൻ മിറാസ്. ദെൻ തൗഹീദ് ഹൃദോയ് നാളെ എന്തോ കളിക്കും തോന്നുന്നു. തൗഹീദ് ഹൃദോയിനെ എടുക്കാം. ദെൻ നഹീദ് റാണ മൈ ഫേവറേറ്റ് ഇൻ ദ ടീം. സോ നഹീദ് റാണനെ വിടണ്ട, നഹീദ് റാണനെ എടുക്കാം. ദെൻ വൺ മോർ പ്ലെയർ റിഷാദ് ഹുസൈൻ, ദ ലെഗ് സ്പിന്നർ. സോ റിഷാദ് ഹുസൈൻ. സോ റിമൈനിങ് ഒരു പ്ലെയർ നിങ്ങളുടെ ചോയ്സ്. സോ ഇതാണ് നാളത്തെ ഒരു ഫാൻറ്റസി 11 ആയിട്ട് സജസ്റ്റ് ചെയ്യുന്നത്. സോ നാളത്തെ കളിക്ക് ശേഷം നമുക്ക് വീണ്ടും കാണാം. സോ വൈൻഡിങ് അപ്പ്. താങ്ക് യു.